ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ്. ഞാൻ അശ്വതി. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഐബ്രോ ഒന്ന് നാച്ചുറൽ ലുക്കിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒത്തിരി കട്ടി പിരിവൊക്കെ ഉള്ളവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കട്ടി പിരിവുള്ളവർ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാൻ നല്ലൊരു ഭംഗിയാണ്, ഒരു മുഖത്തിന് എടുപ്പൊക്കെ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം കട്ടിപ്പിരിവില്ലാത്തവർക്ക് ഒരു മുഖത്തിന് എടുപ്പൊക്കെ വേണ്ടേ. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ തീരെ പിരിവും കുറവാണ്, അമ്മയ്ക്കും ഒക്കെ കുറവാണ് കേട്ടോ നമുക്ക്. അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഞാൻ ഈ ഐബ്രോ പാലറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് 3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് തൊട്ട് എടുത്തിട്ട് നടുക്കുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കലും പിരികത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങരുത് കേട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് മേലെയും താഴെയും കറക്റ്റായിട്ട് ഔട്ട്ലൈൻ ശ്രദ്ധിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് അങ്ങ് വരച്ചാൽ മതി. നടുക്കുന്നാണ് തുടങ്ങാവുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും തുടങ്ങരുത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങുമ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ കാണുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നില്ല. നമ്മൾ ഡാൻസിലൊക്കെ മേക്കപ്പ് ചെയ്തപോലെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മറ്റേ സിനിമയിലെ ദിഗംബരൻ്റെ പിരികം പോലെയൊക്കെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ വരച്ച് വരുമ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല, കാരണം ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല. ഇതൊന്നും ഞാൻ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളാണ് കേട്ടോ, ചുമ്മാ അറിയണ്ടേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് 2 പിരികത്തിനും മേലെയും താഴെയും ലൈറ്റായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കും കേട്ടോ. ഡാർക്ക് ഷെയ്ഡും കൊണ്ടാണ് ഞാൻ ആ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ സ്പൂളി വെച്ചിട്ടൊന്ന് പിരികമൊന്ന് ചീകി റെഡിയാക്കി വെക്കും കേട്ടോ. നമ്മൾ നടുക്കുന്ന തൊട്ട് സൈഡോട്ടാണ് പിരികത്തിൻ്റെ ഹെയർ വരിക. പിന്നെ തുടക്കത്തിൽ പിരികത്തിൻ്റെ ഹെയർ മേലോട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ചീകി റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. പിന്നെ നടുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് വരിക, അത്രയും മതി. അങ്ങനെ ഫില്ല് ചെയ്ത് പിന്നെ ഗ്യാപ്പൊക്കെ ഉണ്ടോ നോക്കി കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വരിക. ഫ്രണ്ടിൽ എല്ലാം ഫില്ല് ചെയ്തിട്ട് ആ ബ്രഷിൽ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് അതും കൊണ്ട് തന്നെ ഫ്രണ്ടോട്ട് പിരികം തുടങ്ങുന്ന തുടക്ക ഭാഗമില്ലേ, ഫ്രണ്ട് ഭാഗം, അത് നമ്മുടെ ഹെയർ ഇരിക്കുന്ന ഡയറക്ഷനിലേക്ക് ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഫ്രണ്ട് ഓക്കെ ആകും. എല്ലാവർക്കും കാണുന്നെന്ന് തോന്നും. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോകാനൊന്നും ചെയ്യണ്ടേ, ആദ്യം ചെയ്ത് നോക്കി ശരിയായെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനങ്ങനെയാണ് ഓരോന്നും പഠിക്കുന്നത്, അല്ലാതെ നമ്മളെവിടെയും പോയി പഠിച്ചിട്ടൊന്നുമല്ല. ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ആഗ്രഹത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ പിരികമൊക്കെ വരുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്താലും ഒരു ലുക്ക് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനിൻ്റെ ഇവിടെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഓവറായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കൊരു ശകലം എവിടെയെങ്കിലും ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് ലൈറ്റായിട്ടൊന്ന് മേലെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഒരു പൗഡർ ഇട്ടിട്ട് അങ്ങ് തൂക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ പൗഡർ ഇട്ട് തൂത്ത പോലെ ഒന്നല്ല, ലൈറ്റായിട്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ടിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. ഞാനിപ്പം ടിഷ്യൂ ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ തുണിയിട്ടങ്ങ് തുടച്ചു. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇതിലും നന്നായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ ഈ പാലറ്റാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഐബ്രോ പെൻസിലിനേക്കാളും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഐബ്രോ പാലറ്റാണ് കേട്ടോ. പെൻസിലൊരു നാച്ചുറൽ ലുക്ക് തരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അത് എനിക്കറിയില്ലാത്തതുകൊണ്ടാണോ എൻ്റെ മാത്രം തോന്നലാണോന്ന് അറിയത്തില്ല. അപ്പം എങ്ങനെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.